വെൽക്കം ടു ടാരറ്റ് വൈബ്സ്. നമുക്കിന്ന് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു റീഡ് നോക്കാം. അതായത് നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷേ അത് അത്രയും ചിലപ്പോഴൊക്കെ നമുക്കത് സക്സസ്ഫുൾ ആകണം എന്നില്ല. അതിന് കാരണം എന്തൊക്കെയോ ബ്ലോക്കേജസ് നമ്മളിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ലൈഫ് ടൈമിനുള്ളിൽ നമ്മൾക്കുണ്ടായ പല സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ്, ഭയം, ഇതൊക്കെയും നമ്മുടെ ഉള്ളിൽ കുറേയധികം വേണ്ടാത്ത എനർജീസ് ക്രിയേറ്റ് ചെയ്യും. അത് ബ്ലോക്കേജസ് ആയിട്ട് മാറുകയും ചെയ്യും. അത്തരത്തിൽ എന്ത് ബ്ലോക്കേജാണ് നിങ്ങൾക്കുള്ളത്? അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് മാനിഫെസ്റ്റേഷൻ പ്രോപ്പർ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ഗൈഡൻസ് ആണ്, എന്താണ് നമുക്കുള്ളൊരു ഗൈഡൻസ് എന്നാണ് നോക്കുന്നത്. റെഡിയാ? മദർ എർത്ത്, മദർ യൂണിവേഴ്സ്, ഡിവൈൻ ഗൈഡ് ചെയ്താലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഗൈഡൻസ് നൽകിയാലും ഡിവൈൻ യൂണിവേഴ്സ്, മദർ എർത്ത് ഗൈഡ് ചെയ്താലും അവരുടെ മാനിഫെസ്റ്റേഷൻ്റെ കറണ്ട് എനർജി എന്താണ്? ഈ മാനിഫെസ്റ്റേഷനിൽ എന്ത് ബ്ലോക്കേജാണ്, എന്ത് എനർജിയാണ് ബ്ലോക്കേജായിട്ട് നിൽക്കുന്നത്? മാനിഫെസ്റ്റേഷന് ഉള്ള ഈ ഒരു ബ്ലോക്കേജുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? നിയർ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഒരു റിസൾട്ട്? ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ഡിയർ, സോറി, നിങ്ങൾക്ക് 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന, അതായത് നിങ്ങൾക്ക് ഹിതകരമല്ല പക്ഷേ നിങ്ങളെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നതാകാം, നിങ്ങളെ ഭയപ്പെടുത്തുന്നതാകാം. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാകാം. അതാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ഈ ഒരു മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, വേറെ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടാത്തതും വേണമെന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഒക്കെ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രലോഭനങ്ങളിലേക്ക് പോകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലോക്കേജായിട്ട് നിൽക്കുന്നത്? പേജ് ഓഫ് സോർട്സ് ആണ്. ഇവിടെ ഈ ഒരു കുറേയധികം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ വൈകാരികമായിട്ട് ബുദ്ധിമുട്ടിലാവുകയാണ്. നിങ്ങൾക്ക് എന്താ ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. എന്താ പറയുക, നിങ്ങളാകെ പെട്ടുപോയ അവസ്ഥയായിരിക്കാം. ഇതിൽ നിന്ന് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൽ ശരി ഏതാണ്, തെറ്റ ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. വളരെയധികം നിങ്ങളതിൽ വിഷമിക്കുന്നുണ്ട്. അതാണ് അവിടെ ഒരു ബ്ലോക്കേജായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ കഴിയാത്തത്, വൈകാരികമായിട്ട് നിങ്ങളതിൽ പെട്ടുപോകുന്നത് കൊണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്. ഈ ഒരു ഇമോഷണലി നിങ്ങൾ പെട്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് ഇമോഷണലായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമം തരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ ചിലപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് ആക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ അതൊരു ഇമോഷണലി നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളായിരിക്കാം. അതൊക്കെയും നിങ്ങൾ മറന്ന്, അല്ലെങ്കിൽ അതൊക്കെയും നിങ്ങളുടെ ഒരു പാസ്റ്റായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇപ്പുറത്തായിട്ട് വേറെ 2 കപ്സ് ഇരിപ്പുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഈ മറിഞ്ഞു വീണുപോയ കപ്പുകൾ, അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരാത്തതോ, നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ളൊരു കാര്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ഒരു ഡിപ്രഷനിലേക്ക് പോകും അത്തരത്തിലുള്ള വിഷമങ്ങൾ. അതുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കാതെ, അതിലൊന്നും വീണു പോകാതെ, നിങ്ങൾക്കുള്ള കാര്യം എന്താണ്, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം എന്താണ്,
നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കഴിയണം. നിങ്ങളുടെ ലക്ഷ്യം വളരെ വിദൂരമാണ്. ഓക്കെ, ഇതൊക്കെയും കടന്ന് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് എത്തേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെയും വിഷമിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, നമ്മളിലുള്ളത് കാണാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യം. ഓക്കെ, ഇവിടെ നിയർ ഫ്യൂച്ചറിൽ ദ എംപ്രസ് ആയിട്ട് നിങ്ങൾ മാറും. അതായത് വളരെയധികം നർച്ചറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കുന്ന, നിങ്ങൾ സ്വയം ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ഒരു കടമ്പ നിങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാതെ, നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്താണോ അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ബ്ലോക്കേജസ് ഇല്ല, നിങ്ങളുടെ ഈ ഒരു ഇമോഷണലായിട്ട് നിങ്ങൾ ഒരു ഇമോഷണലി നിങ്ങളിവിടെ അറ്റാച്ച്ഡ് ആയി പോകുന്നതോ എന്തോ ആണ്. അതാണ് നിങ്ങൾക്കൊരു വ്യത നൽകുന്നത്. അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം സെൽഫ് ലവ് ആണ്. നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം, സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം. അവിടെ ഒരു ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സെൽഫ് ലവിന് വേണ്ടിയിട്ട്, സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട്, ഒപ്പം മറ്റുള്ളവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുക, മുന്നോട്ട് പോവുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ആപ്റ്റ് ആകണം എന്നില്ല. അപ്പോൾ ഇതിനുള്ള റിയലായിട്ട് അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു റീഡിങ് നോക്കാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം കുറേ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് നോക്കാനാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നോക്കാനായിട്ട് സാധിക്കും. എന്ത് ബ്ലോക്കേജാണ് നിങ്ങൾക്കുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനൊരു ഗൈഡൻസ് നൽകാനായിട്ട് സാധിക്കും. ചില ബ്ലോക്കേജസ് മാറ്റാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.